വേടൻ. എന്താണ് വേടൻ? വേടൻ്റെ ശരിക്കുമുള്ള പ്രശ്നം, വേടൻ എല്ലാ മലയാളികളും അംഗീകരിക്കുന്നുണ്ട്. എല്ലാവരും എന്ന് പറയുന്നില്ല, നല്ലൊരു ശതമാനവും മലയാളികളും വേടനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആക്സെപ്റ്റൻസ് എത്ര നാൾ നിൽക്കും എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അതിന് കാരണം വേടൻ തന്നെയാണ്, വേറെ ആരുമല്ല. മലയാളികൾ എന്നും വേടനെ സപ്പോർട്ടായിട്ടുണ്ട്. പക്ഷേ ആ സപ്പോർട്ട് നഷ്ടപ്പെടുത്തരുത്. കാരണം ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. പറയേണ്ടുന്നതേ പറയാവുള്ളൂ. വേടനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വേടൻ്റെ പാട്ടിന് വേണ്ടി മാത്രമാണ് വേടനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ്, സിംപ്ലിസിറ്റി, വലിയ മേക്കപ്പ് ഒന്നുമില്ല, പക്ഷേ അതും നിലനിർത്തുക. വെറുതെ ജാതിയും മതവും രാഷ്ട്രീയവും കലർത്താതെ വേടൻ്റെ പാട്ടുമായിട്ട് മുന്നോട്ട് പോയാൽ മലയാളത്തിൽ എല്ലാവരും അംഗീകരിച്ചു. ആവശ്യമില്ലാത്ത വിവാദങ്ങൾ, ആവശ്യമില്ലാത്ത ഡയലോഗുകൾ, ഇതൊക്കെ നിർത്താവോ? വേടൻ ഓക്കെയാണ്, അത് വേടൻ തരം തീരുമാനിക്കണം. മലയാളിക്കൊരു പ്രത്യേകത ഉണ്ട്. മലയാളി അങ്ങ് കൊണ്ടുപോകും, അങ്ങ് ഉയരത്തിൽ കൊണ്ടുപോകും. പക്ഷേ വേണ്ടാത്ത പണി കാണിച്ചാൽ ഈ മലയാളി തന്നെ എടുത്ത് അതേ കിടഞ്ഞ് താഴെ ഇടും. ജിഷയുടെ അമ്മയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഒരു ഘട്ടത്തിൽ എല്ലാ മലയാളികളും സഹായിച്ചു, എല്ലാ മലയാളികളും അവരെ അങ്ങ് പീക്ക് ലെവൽ കൊണ്ടുപോയി. ഒരാൾ ഒപ്പം നിൽക്കുക, ഒട്ടൊക്കെ ഒപ്പം നിന്ന്. പക്ഷേ അവരുടെ ചില രീതികളും ആഡംബരം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ തന്നെയും ആവശ്യമില്ലാത്ത ചില ആഡംബരമൊക്കെ വന്നപ്പോഴത്തേക്കിനി അതേ മലയാളം എന്താ പിടിച്ച് താഴെയും കിട്ടും. അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ്. അത് വളരെ നല്ലൊരു കാര്യമാണത്. അതുകൊണ്ട് മലയാളികളെ വെറുപ്പിക്കരുത്. വേടൻ്റെ പാട്ടുമായിട്ട് മുന്നോട്ട് പോവുക, സ്വതസിദ്ധമായ ശൈലിയിൽ മുന്നോട്ട് നീങ്ങുക. വിമർശിക്കാം പാട്ടിലൂടെ, അത് പാട്ടിലൂടെ മാത്രം അല്ല. അവരെ ജാതി, ഞാൻ പട്ടികജാതിയാണ്, അതൊക്കെ ഒന്നും ഒരു കാര്യവുമില്ല. വേടനെ പിന്തുണയ്ക്കുന്ന പട്ടികജാതിക്കാരും മാത്രമല്ല, എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ അത് നിലനിർത്തണമെങ്കിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ചെന്ന് ചാടാതെ മാന്യമായി അറിയാവുന്ന തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് വേടനെ പറ്റി ഏറ്റവും നല്ല തൊഴിൽ. ആവശ്യമില്ലാതെ മലയാളികളെ പ്രലോഭിപ്പിച്ചും അല്ലെങ്കിൽ ചൊറിഞ്ഞു ഉള്ള സപ്പോർട്ട് ഇല്ലാതാക്കരുത്. ഇപ്പോൾ നല്ല രീതിയിൽ പിന്തുണയുണ്ട്. യൂത്തിനിടയിലാണെങ്കിലും ഈവൻ മുതിർന്നവരുടെ ഇടയിലാണെങ്കിലും എല്ലാം നല്ല പിന്തുണയും എല്ലാം ഉണ്ട്. കാത്തു സൂക്ഷിക്കുക. അത് വേടൻ്റെ ഒരു സപ്പോർട്ടായിട്ട് തരുന്നു മലയാളിയുടെ വകയായിട്ട്. ആ സപ്പോർട്ട് നാളെയും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലൊക്കെ ഒഴിവാക്കി പാട്ടിലും എഴുത്തിലും മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. നന്ദി.